السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനം ദുനിയാവിലും ആഖിറത്തിലും നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും ഉപകരിക്കുന്ന സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ. ബഹുമാന്യരായ നമ്മുടെ അഡ്മിൻ അമീർ സാഹിബ് അറിയിച്ചതുപോലെ പലരും പല ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി നമ്മോട് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഉദ്ദേശങ്ങളെ പൂർത്തിയാക്കി ബുദ്ധിമുട്ടില്ലാത്ത ജീവിതം പടച്ച റബ്ബ് ദുനിയാവിലും ആഖിറത്തിലും നൽകട്ടെ. വിശിഷ്യ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബഹുവന്യരായ ഉസ്താദുമാർ, നമ്മുടെ മശായിഖുമാർ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അഭിനന്ദരായ നേതാക്കൾ, പ്രവർത്തകർ, അല്ലാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊണ്ട് അനുഗ്രഹിക്കട്ടെ, ഇസ്സത്ത് കൊണ്ട് അനുഗ്രഹിക്കട്ടെ. ദീർഘകാലം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത് പരിപൂർണ ഈമാനിലായിക്കൊണ്ട് സ്വർഗം കണ്ട് രസിച്ചുകൊണ്ടുള്ള മരണം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനമുള്ള ശ്രോതാക്കളെ, സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം വർഷങ്ങളായി നടത്തിവരുന്ന ഈ പരിശുദ്ധ മാസത്തിൽ നൂറുൻ അലാ നൂർ എന്ന പേരിൽ പ്രത്യേക വിഷയങ്ങളെക്കുറിച്ച് വിശിഷ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന വളരെ ശ്രദ്ധേയമായ പരിപാടി നമ്മുടെ ഈ ക്ലാസ് റൂമിന്റെ ബഹുമാന്യരായ ഉസ്താദുമാരും ഇതിന്റെ അഡ്മിന്മാരും ഇതിന്റെ പ്രവർത്തകരും നടത്തിവരുന്നു. ഇന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസാധാരണത്വം എന്ന വളരെ വിശേഷപ്പെട്ട വിഷയമാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. റബീഉൽ അവ്വൽ മാസമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയുന്ന, സ്മരിക്കുന്ന സന്ദർഭമാണല്ലോ. ഈ സമയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും നിരൂപിക്കപ്പെടുകയും ചെയ്യുന്ന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസാധാരണത്വം തന്നെയാണ് നമ്മുടെ ചർച്ചയ്ക്ക് ഏറ്റവും പ്രസക്തമായത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും ഓരോ വിഷയങ്ങളെക്കുറിച്ചും പഠിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഏതൊരു അന്വേഷകനും കണ്ടെത്താൻ സാധിക്കുന്നത് പരിപൂർണമായ അസാധാരണത്വം മാത്രമാണ്. അവകാശവാദം മാത്രമല്ല, ശരിയായ ചരിത്രങ്ങളും രേഖകളും പരിശോധിക്കുമ്പോൾ ആ രൂപത്തിൽ നമുക്ക് പറയേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൃഷ്ടിപ്പിൽ അസാധാരണത്വമുണ്ട്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ ഉമ്മ പ്രസവിച്ചപ്പോൾ അസാധാരണത്വമുണ്ടായിട്ടുണ്ട്. ആ ഹബീബിനെ പ്രിയപ്പെട്ട ഉമ്മ ഗർഭം ധരിച്ചപ്പോൾ അസാധാരണത്വമുണ്ടായിട്ടുണ്ട്. അവിടുത്തെ കുട്ടിക്കാലത്തും ശേഷമുള്ള ജീവിതത്തിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർസഖി ജീവിതത്തിലും
ശേഷം ആഖിറത്തിലും എല്ലാ ഘട്ടങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അസാധാരണത്വം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അസാധാരണത്വം, സാധാരണയ്ക്ക് വിരുദ്ധമായ സ്വഭാവം നമുക്കറിയാമല്ലോ. ഓരോ ഭാഗങ്ങളും എടുത്ത് പരിശോധിക്കുക. ഓരോ ഭാഗങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ചർച്ചകളും പഠനങ്ങളും ലോകത്ത് സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. പലരും ആ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ സത്യമാർഗത്തിലേക്ക് കടന്നുവരുന്നു. ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള ചില ആളുകൾ അവർ അവരുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി, അവരുടെ ദഅവാ പ്രവർത്തനത്തിന്റെ ഭാഗമായി കാര്യമായും അവർ സമയവും ആരോഗ്യവും അവരുടെ സമ്പത്തും ഒക്കെ ചെലവഴിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള നിരൂപണത്തിന് വേണ്ടിയാണ്. പല നിലക്കും നടന്നുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നിരൂപിക്കുക. എന്തെങ്കിലും കുറവുകൾ അവിടുത്തെ ഏതെങ്കിലും ഭാഗങ്ങളിൽ കാണാൻ കഴിയുമോ എന്ന് അന്വേഷിക്കുക. എന്നിട്ട് അത് സമൂഹത്തിൽ വലിയ പരസ്യം കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധയും ജനങ്ങളുടെ ചർച്ചയും ആ രൂപത്തിലാക്കി മാറ്റുക. യഥാർത്ഥത്തിൽ ഇതൊരു തരം പൈശാചികതയാണിത്. ഇതിന് പല രൂപങ്ങളുമുണ്ട്. ചില ആളുകൾ സലഫി, വഹാബി, ഇസ്ലാഹി എന്ന പേരൊക്കെ സ്വീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിരൂപിക്കുമ്പോൾ ഏറ്റവും ആശ്ചര്യകരമായ സംഗതി, ഞങ്ങൾ മുത്തുനബിയുടെ ആളാണ് എന്ന് പറയുകയും ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജമാഅത്തിന്റെ ആളുകളാണെന്ന് പറയുകയും അതോടൊപ്പം വഹാബികളെപ്പോലും നാണിപ്പിക്കുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് കുറച്ച് കാണിക്കുകയും ചെയ്യുന്ന ഒരു തരം കാപട്യ മുഖം, അതും നമുക്കിവിടെ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ രൂപീകരണ കാലം മുതൽക്ക് ഇന്നുവരെയും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ലക്ഷ്യം തന്നെ ഇത്തരം കപടന്മാരിൽ നിന്നും തെറ്റിദ്ധരിപ്പിക്കലുകളിൽ നിന്നും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാഥാർത്ഥ്യം എന്താണെന്ന് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. നമുക്കല്പം ചില കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാം. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണല്ലോ പടച്ച റബ്ബിന്റെ സൃഷ്ടിപ്പ്, ഖൽഖ് എന്ന കാര്യം. നമുക്കവിടെ മുതൽക്ക് തന്നെ തുടങ്ങാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പടപ്പുകളായ മനുഷ്യരോടും ജിന്നുകളോടും അള്ളാഹുവിന് കീഴ്പ്പെടാൻ വേണ്ടി, വഴിപ്പെടാൻ വേണ്ടി, ആരാധിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിൽ ധാരാളം ഭാഗങ്ങളിൽ വളരെ ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. അവിടെയെല്ലാം തന്നെ ഇബാദത്ത് അള്ളാഹുവിന് മാത്രം. എന്തുകൊണ്ട്? കാരണം നിങ്ങളെ പടച്ചവൻ അള്ളാഹുവാണ്, നിങ്ങളെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. നിങ്ങളെ സൃഷ്ടിച്ചവൻ ആരോ അവർക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. ഈ രൂപത്തിൽ ഇബാദത്തിന് അർഹരാവുക എന്നതിന്റെ മാനദണ്ഡം യഥാർത്ഥത്തിൽ സൃഷ്ടിപ്പാകുന്നു എന്ന് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള പല ആയത്തുകളും മഹാന്മാരായ അയിമ്മത്തിന്റെ വിശദീകരണങ്ങളും നമുക്ക് കാണാം. അപ്പൊ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വളരെ വലിയ ദൃഷ്ടാന്തമാണ് അവന്റെ സൃഷ്ടിപ്പ് എന്ന കാര്യം. എന്നാൽ ഈ സൃഷ്ടിപ്പ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യത്തെ അള്ളാഹു തുടങ്ങുന്നത് ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നിങ്ങളൊക്കെ മനസ്സിലാക്കിയതും നമ്മുടെ ക്ലാസ് റൂമിൽ പലതവണ ചർച്ച ചെയ്തതുമായ വിഷയമായിരിക്കാം. പക്ഷേ വിഷയത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും പറയൽ അനിവാര്യമായ, അനുസ്മരിക്കൽ അനിവാര്യമായ ഒരു സംഗതി ആയതുകൊണ്ട് വീണ്ടും നമുക്ക് പറയാം. അല്ലാഹു തആല അവന്റെ സൃഷ്ടിപ്പ് ആരംഭിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്.
വ്യക്തമായി പറഞ്ഞാൽ അല്ലാഹു തആല ആദ്യമായി പടക്കുന്നത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഒളിവിനെ, ആ ഒളിവിനെ സൃഷ്ടിച്ചുകൊണ്ടാണ് അല്ലാഹു തആല അവന്റെ സൃഷ്ടിപ്പ് എന്ന ആ പരിശുദ്ധമായ അതിമഹത്തായ കർമ്മം ആരംഭിക്കുന്നത്. അല്ലാഹു ആദ്യമായി പടച്ചു, പടക്കലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദിവ്യ ഒളിവിനെ പടച്ചുകൊണ്ട്. സഹാബിമാർ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയും നബി തങ്ങൾ പറഞ്ഞ മറുപടിയും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. ഈ ചോദ്യവും മറുപടിയും നാം വളരെ ഗഹനമായി ആലോചിക്കേണ്ടതുണ്ട്. എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബിമാർ ചോദിച്ചത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മത്താ വജബത് ലക നുബുവ്വ, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾക്കെന്നാണ് നുബുവത്ത് ലഭിച്ചത്? നിങ്ങൾക്കെന്നാണ് നുബുവത്ത് നിങ്ങളിൽ സ്ഥിരപ്പെട്ടത്, നിങ്ങൾക്ക് കിട്ടിയത്, നുബുവത്തിന്റെ ഔന്നിത്യം നിങ്ങൾക്ക് ലഭിച്ചത് എന്നാണ്? ഈ ചോദ്യം യഥാർത്ഥത്തിൽ നമ്മെ ചിന്തിപ്പിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ്. ചോദിക്കുന്നത് സഹാബിമാരാണ്, ചോദിക്കപ്പെടുന്നതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. ഇവർ പരസ്പരം അറിയാത്തവരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് നാട്ടുകാരനാണെന്നും അവിടുത്തെ കുടുംബം ഏതാണെന്നും അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ എന്താണെന്നും പരിപൂർണമായും മനസ്സിലാക്കിയിട്ടുള്ള മഹാന്മാരായ സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്കെന്നാ നുബുവത്ത് കിട്ടിയത്? മക്കയിലാണ് ജനിച്ചത്, മഹാന്മാരാകുന്ന പിതാക്കന്മാരുടെ മാതാക്കളുടെ വിശുദ്ധമായ പരമ്പരയിലാണ് ജനിച്ചത്. 40 വയസ്സുവരെ ജനങ്ങൾക്കൊന്നും എതിർപ്പുണ്ടായിട്ടില്ല. 40 വയസ്സായപ്പോഴാണ് ജബലുന്നൂറിൽ വെച്ചുകൊണ്ട് ആദ്യമായി വഹി വന്നത്. അതിനുശേഷമാണ് പ്രബോധനം ആരംഭിച്ചത്. അപ്പോഴാണ് ശത്രുക്കളുടെ എതിർപ്പുണ്ടായത്. നുബുവത്ത് വാദം 40 വയസ്സിന് ശേഷമായിരുന്നു എന്നൊക്കെ കൃത്യമായി കൊണ്ടറിയാവുന്ന സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, അല്ല അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങൾക്കെന്നാ നുബുവത്ത് കിട്ടിയത്? എന്തായിരിക്കണം? സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, അല്ല സഹാബിമാരെ, അല്ല അനുയായികളെ, നിങ്ങൾ എന്ത് ചോദ്യമാണ് ഈ ചോദിക്കുന്നത്? എന്റെ നാടിനെക്കുറിച്ചും എന്റെ കുടുംബത്തെക്കുറിച്ചും എന്റെ സാഹചര്യങ്ങളെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്കറിയാമല്ലോ. കാരണം നിങ്ങളും ഞാനും അന്യരല്ലല്ലോ. ഞാൻ 40-ലാണ് നുബുവത്ത് വാദം ആരംഭിച്ചത്. ഞാൻ ദഅവത്ത് തുടങ്ങിയത് അന്നാണ് എന്നൊക്കെ നിങ്ങൾക്കറിയില്ലേ? എന്റെ എല്ലാ സാഹചര്യങ്ങളും ചരിത്രങ്ങളും നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചില്ല. സഹാബിമാർ ചോദിക്കുന്നു, മത്താ വജബത് ലക നുബുവ്വ, അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങൾക്കെന്നാ നുബുവത്ത് കിട്ടിയത്? എന്തായിരുന്നു ഈ ചോദ്യത്തിന്റെ രഹസ്യം? മഹാന്മാരാകുന്ന സഹാബിമാർ റളിയല്ലാഹു അൻഹും, ആ മഹത്തുക്കൾ പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഭവിച്ചു, അവർ മനസ്സിലാക്കി. അപ്പോ മഹാന്മാരാകുന്ന സഹാബിമാർക്ക് വളരെ വ്യക്തമായി കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഞങ്ങൾ ഈ അനുഭവിക്കുന്ന മഹത്വവും ഔന്നത്യവും അത് 40-ൽ തുടങ്ങിയതല്ല. അതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. ഈ കാര്യം വളരെ വ്യക്തമായിക്കൊണ്ട് സഹാബിമാർക്ക് മനസ്സിലായി. അപ്പോഴാണ് സഹാബിമാരുടെ ചോദ്യം, മത്താ വജബത് ലക നുബുവ്വ, അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങൾക്ക് എന്നായിരുന്നു നുബുവത്ത് കിട്ടിയത്? സഹാബിമാർ ഇപ്രകാരം മനസ്സിലാക്കിയെങ്കിൽ അതിനൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിഷേധിച്ചില്ല. നബി തങ്ങൾ ശരിവച്ചു. നബി തങ്ങൾ പറഞ്ഞു, കുൻതു നബിയ്യ, ഞാൻ നബിയായിട്ടുണ്ട്. വ ആദമു ബൈനൽ മാഇ വത്തീൻ, ഒന്നാമത്തെ മനുഷ്യരാകുന്ന
മനുഷ്യവംശത്തിന്റെ പിതാവാകുന്ന, അതോടൊപ്പം പ്രഥമ പ്രവാചകരാകുന്ന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടക്കുന്നതിന്റെ മുമ്പ് തന്നെ ഞാൻ നബിയാകുന്നു. ഈ ഹദീസിന്റെ സഹാബിമാരുടെ ഈ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ മറുപടി, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശ്രോതാക്കളെ, നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, കുൻതു അവ്വലൻ നബിയ്യീന ഫിൽ ഖൽഖ് വ ആഖിറുഹും ഫിൽ ബഅസ്. ഞാൻ നബിമാരിൽ സൃഷ്ടിപ്പിൽ ഒന്നാമത്തവരാണ്, പക്ഷേ നിയോഗത്തിൽ ഞാൻ അവസാനത്തവരുമാണ്. സൃഷ്ടിപ്പിൽ ഞാനാണ് ഒന്നാമത്തവർ, പക്ഷേ ബഅസിൽ, നിയോഗത്തിൽ ഞാൻ അവസാനത്തവരാണ്. ഇതേ സംഭവം വളരെ വ്യക്തമായിക്കൊണ്ട് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയും നബി തങ്ങളുടെ തിരിച്ചുള്ള വിശദീകരണവും നമുക്ക് കാണാൻ സാധിക്കും. ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. എന്താണ് ആ കാര്യം? അഖ്ബിർനി അൻ അവ്വലി ഷൈഇൻ ഖലഖഹുല്ലാഹു ഖബ്ലൽ അഷ്യാ. സർവ്വ വസ്തുക്കളെയും പടക്കുന്നതിന് മുമ്പായിക്കൊണ്ട് അള്ളാഹു പടച്ചത് ഏതിനെയാണ് എന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഈ ചോദ്യം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രിയപ്പെട്ട സഹാബി ചോദിച്ചപ്പോൾ നബി തങ്ങളുടെ മറുപടി എന്താ? അവ്വലു ഷൈഇൻ ഖലഖഹുല്ലാഹു ഖബ്ലൽ അഷ്യാ. സർവ്വ വസ്തുക്കളെയും അള്ളാഹു പടക്കുന്നതിന് മുമ്പായിക്കൊണ്ട് അള്ളാഹു ഏറ്റവും ആദ്യമായിക്കൊണ്ട് പടച്ചത് നൂറു നബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, നിങ്ങളുടെ നബിയാകുന്ന അഥവാ എന്റെ ദിവ്യ പ്രകാശത്തിനെയാണ്, എന്റെ നൂറിനെയാണ് അള്ളാഹു ആദ്യമായി പടച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ഒളിവിനെ അള്ളാഹു ആദ്യമായി കൊണ്ട് പടച്ചു. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് എന്ന കാര്യം അള്ളാഹു തുടക്കം കുറിക്കുന്നത് ഈ മഹത്തായ ഒളിവിനെ പടച്ചുകൊണ്ട്. ഒന്നാമത്തെ സൃഷ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദിവ്യപ്രകാശം. ഇത് നിഷേധിക്കാൻ സാധ്യമല്ല, ഇതിനൊരിക്കലും വിമർശിക്കാൻ സാധ്യമല്ല. സഹീഹായ ഹദീസ്, വിമർശനത്തിന് യാതൊരു പഴുതുമില്ലാത്ത മഹാന്മാരായ റാവിമാർ, റിപ്പോർട്ടർമാർ, ആ പരമ്പരയിലൂടെ കൃത്യമായി കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും മഹാന്മാരായ അയിമ്മത്ത് അംഗീകരിക്കുകയും ചെയ്ത വളരെ ബലപ്പെട്ടൊരു ഹദീസാണ് നാം ഇവിടെ ചർച്ച ചെയ്തത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസാധാരണത്വത്തിന്റെ ഒരു സാമ്പിളാണ്, ഒരു ഭാഗമാണ് നാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിയോഗത്തിൽ അവസാനത്തവരാകുന്ന പുണ്യപ്രവാചകരുടെ നൂറിനെയാണ് അള്ളാഹു ആദ്യമായി കൊണ്ട് പടക്കുന്നത്. പടക്കലിൽ ആദ്യം, നിയോഗത്തിൽ അവസാനം. അതെ, ഖാത്തിമുൽ അംബിയ ആണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംഭവത്തോട് ചേർത്തുകൊണ്ട് മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം കൂടി ഹദീസുകളിൽ കാണാം. അന അവ്വലു മൻ യൻഷഖു അൻഹുൽ ഖബർ. ഖബർ പിളർന്നുകൊണ്ട് പുറത്തു വരുന്നവരിൽ ആദ്യത്തവർ ഞാനാകുന്നു. മനുഷ്യ ജീവിതത്തിന്റെ അടുത്ത ഘട്ടം. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറിൽ ഊതുമ്പോ രണ്ടാമത്തെ ഊത്തോടുകൂടി പുനർജന്മം സംഭവിക്കും. മറവ് ചെയ്യപ്പെട്ടവരൊക്കെ പുറത്തേക്ക് വരും. നമ്മുടെ ജീവിതത്തിന്റെ ഒരു സ്റ്റെപ്പാണത്. തുടക്കത്തിൽ ഒന്നാമരാണ്. അവിടെ മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവ്വലിയത്ത്. മനുഷ്യജീവിതത്തിന്റെ അടുത്ത സ്റ്റെപ്പിലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവ്വലി തന്നെ. ഖബർ പിളർന്ന് മഹ്ശറിലേക്ക് പോകുമ്പോൾ, വിചാരണയ്ക്ക് വേണ്ടി പോകുന്ന അടുത്ത ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവിടെയും ആദ്യമായി കൊണ്ട് ഖബർ പിളർന്നുകൊണ്ട് പുറത്തേക്ക് വരുന്നവർ, മഹ്ശറിലേക്ക് വരുന്നവർ ഞാനാകുന്നു. വാന അവ്വലു ശാഫിഇൻ വ അവ്വലു മുശഫഇൻ. മഹ്ശറിലും ഞാൻ തന്നെയാണ് ഒന്നാമത്തവർ. ആദ്യമായി കൊണ്ട് ശഫാഅത്ത് ചെയ്യുന്നവർ, ആദ്യമായി കൊണ്ട് ശഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നത്, അതിലെല്ലാം തന്നെ ഞാൻ തന്നെയാണ് ഒന്നാമത്തവർ.
വാന അവ്വലു മൻ യഖറഉ ബാബൽ ജന്ന. ഇതും ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിന്റെ മറ്റൊരു ഭാഗമാണ്. വിചാരണയ്ക്ക് ശേഷം മുഅ്മിനീങ്ങളൊക്കെ സ്വർഗ്ഗത്തിൽ പോകും. അല്ലാഹു നമുക്കെല്ലാവർക്കും സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ജീവിതത്തിന്റെ ഈ സ്റ്റെപ്പിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ് ഒന്നാമത്തവർ. ആദ്യമായി കൊണ്ട് സ്വർഗ്ഗത്തിന്റെ വാതിലിന്റെ വട്ടക്കണ്ണി പിടിക്കുന്നവർ അത് ഞാനാകുന്നു. ഇങ്ങനെ മനുഷ്യ ജീവിതത്തിന്റെ ഏതൊക്കെ ഘട്ടങ്ങളുണ്ടോ ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഒന്നാമത്തേവരായിക്കൊണ്ട്, ഏറ്റവും ആദ്യത്തേവരായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതയാണ്. ഈ ഔന്നിത്യമുള്ള എല്ലാ ഘട്ടങ്ങളിലും പ്രഥമരായിക്കൊണ്ട് വരുന്ന, ആദ്യമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദിവ്യ പ്രകാശത്തെ പടച്ചുകൊണ്ട് അവന്റെ സൃഷ്ടിപ്പ് ഉദ്ഘാടനം ചെയ്തപ്പോൾ ആ സൃഷ്ടിപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗം വരെ അല്ലാഹു അന്ന് പടച്ച ആ നൂറിന്റെ പ്രയാണം എങ്ങനെയായിരുന്നു? ആദ്യമായിക്കൊണ്ട് അല്ലാഹു പടച്ച നൂറ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗമാവട്ടെ അവസാനവും. ആദ്യമായിക്കൊണ്ട് പടച്ചു, അവസാനമായിക്കൊണ്ട് നിയോഗം. എന്നാൽ ഈ നിയോഗം വരെ ഈ നൂറിന്റെ പ്രയാണം എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ബുഇസ്തു മിൻ ഖൈരി ഖുറൂനി ബനി ആദമ ഖർനൻ ഫഖർന ഹത്താ കുൻതു മിനൽ ഖർനിൽ ലദീ കുൻതു മിൻഹു. ഞാൻ വന്നിട്ടുള്ള, എന്റെ ഈ നൂറ് വന്നിട്ടുള്ള ഈ സഞ്ചാര വഴി അത് പരിശുദ്ധമാണ്. എന്റെ നൂറ്, എന്റെ നിയോഗം വരെ കൈമാറ്റം ചെയ്യപ്പെട്ട ഈ പിതാക്കന്മാരുടെയും മാതാക്കളുടെയും വഴി അത് പരിശുദ്ധമാകുന്നു. ധാരാളം ഹദീസുകളിൽ ഈ സംഭവം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാക്കന്മാരുടെ അതുപോലെ തന്നെ മാതാക്കളുടെ പരമ്പര പരിശോധിക്കുമ്പോൾ അവരൊക്കെ വിശുദ്ധന്മാരാണ്. ഇവിടെയും നമ്മുടെ നിരൂപകർ സമയം ചെലവഴിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് എന്തെങ്കിലും കുറവുകൾ കാണുക എന്നുള്ളത്, കണ്ടെത്തുക എന്നുള്ളത് വലിയ ആഹ്ലാദകരമായ കാര്യമായിക്കൊണ്ടാണ് അവർ കാണാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പയെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചൊക്കെ അവർ അവിശ്വാസികളാണെന്നും അവർ നരകക്കാരാകുന്നു എന്നും അത് പറയാൻ വേണ്ടി സ്റ്റേജ് കെട്ടുക, അത് പ്രചരിപ്പിക്കാൻ വേണ്ടി സമ്മേളനങ്ങൾ നടത്തുക, ഇത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുറവുകളെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുക, അതും ഇസ്ലാമിന്റെ പേരിൽ. വളരെ സങ്കടം തന്നെ. എന്നാൽ ഇവർ പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് സഞ്ചരിച്ച വഴി അതൊരിക്കലും അവിശ്വാസികളോ അതല്ലെങ്കിൽ മോശപ്പെട്ട ആളുകളോ ആയിരുന്നില്ല. ചരിത്രങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. മാത്രമല്ല, മുസ്ലിം ലോകത്ത് മഹാന്മാരായ അയിമ്മത്തിനാൽ ധാരാളം ചർച്ചകളും രചനകളും നടന്നൊരു വിഷയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയെക്കുറിച്ച്. അവിടുത്തെ പരമ്പര അവരൊക്കെ വിശുദ്ധന്മാരാകുന്നു എന്ന് സമർത്ഥിക്കുന്നതിനു വേണ്ടി മഹാന്മാരായ ഇമാമുമാർ ധാരാളം ഗ്രന്ഥങ്ങൾ തന്നെ രചിച്ചിട്ടുണ്ട്. ഇതൊരു പുതിയ വിഷയമല്ല. ഒരു കാര്യം നാം ആലോചിക്കണം. ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചും അവർ നരകക്കാരാകുന്നു, അള്ളാഹുവിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടവരാകുന്നു എന്ന് സ്റ്റേജിൽ കയറി പ്രസംഗിക്കുകയും ജനങ്ങളോട് സംസാരിക്കുകയും സമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഈ പറയുന്ന ഈ നിരൂപകന്മാരുടെ ഉമ്മയും ഉപ്പയും വല്യുമ്മയും വല്ലിപ്പയും ഖബറിലാകുമല്ലോ. ഇവരുടെ ഉമ്മയെക്കുറിച്ചോ ഉപ്പയെക്കുറിച്ചോ ഇവരുടെ വല്യമ്മയെക്കുറിച്ചോ വല്ലിപ്പയെക്കുറിച്ചോ ഇവരുടെ ഉപ്പാപ്പന്മാരെക്കുറിച്ചോ ഉമ്മാമ്മമാരെക്കുറിച്ചോ ഇവർക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമോ? സ്വന്തം നഫ്സിന്റെ കാര്യം തന്നെ ഇവർക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുമോ? എന്നിട്ട് വേണ്ടേ പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ചുള്ള കുറവുകൾ പ്രചരിപ്പിക്കാനും പറയാനും? വളരെ ഗൗരവമുള്ള വിഷയമാണ്.
മഹാനായ അബൂബക്കർ ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. മഹാനവറുകളോട് ചോദിച്ചൊരു ചോദ്യവും അതിന്റെ മറുപടിയും ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബൂബക്കർ ഇബ്നുൽ അറബി റളിയല്ലാഹുവിനോട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുന്നു, ഒരാൾ വന്നുകൊണ്ട് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാക്കന്മാർ നരകത്തിലാകുന്നു എന്ന്. അങ്ങനെ ഒരു മനുഷ്യൻ പറയുന്നെങ്കിൽ അവരെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന് മഹാനായ അബൂബക്കർ ഇബ്നുൽ അറബി റളിയല്ലാഹുവിനോട് ചോദിച്ചപ്പോ മഹാനവറുകളുടെ മറുപടി അന്നമൻ ഖാല ഇന്ന അബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിന്നാർ ഫഹുവ മൽഊൻ. നബി തങ്ങളുടെ പിതാക്കന്മാർ നരകത്തിലാണെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ ഫഹുവ മൽഊൻ, അവൻ ശപിക്കപ്പെട്ടവനാകുന്നു, അവൻ അല്ലാഹുവിന്റെ ശാപമുള്ളവനാണ്. അങ്ങനെ പറയാൻ പാടില്ല. അത് അല്ലാഹുവിന്റെ ലഅനത്തിന് കാരണമാകും. എന്താ കാരണം? അല്ലാഹു പറഞ്ഞല്ലോ, ഇന്നല്ലദീന യുദൂന അല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ വഅഅദ്ദ ലഹും അദാബൻ മുഹീന. തീർച്ചയായും അല്ലാഹുവിനെ പ്രയാസപ്പെടുത്തുന്നവർ, പുണ്യ റസൂലിനെ പ്രയാസപ്പെടുത്തുന്നവർ, ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്. വഅഅദ്ദ ലഹും അദാബൻ മുഹീന, വളരെ ശക്തമായ അദാബാണ് അല്ലാഹു അവർക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരാളുടെ പിതാവിനെ കുറിച്ച് അയാൾ നരകക്കാരനാകുന്നു, അയാൾ മോശക്കാരനാകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അതാ മനുഷ്യനെ കുറക്കലാണല്ലോ, അത് പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണല്ലോ. ഇതുകൊണ്ടാണ് മഹാനായ അബൂബക്കർ ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നെങ്കിൽ ഫഹുവ മൽഊൻ, അവൻ ശപിക്കപ്പെട്ടവനാകുന്നു. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. മുസ്ലിമീങ്ങൾ ഈ വിഷയത്തിൽ എന്ത് ചെയ്യണം? മഹാന്മാരായ അയിമ്മത്ത് രേഖപ്പെടുത്തുന്നു, വഹഖുൽ മുസ്ലിമി, ഒരു മുസ്ലിമിന്റെ ബാധ്യത അയ്യുംസിക ലിസാനഹു അമ്മാ യുഖില്ലു ബിശറഫി നസബി സയ്യിദനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയുടെ ഷറഫിന് വല്ല കുറവും വരുന്ന സംഗതികൾ പറയലിനെ തൊട്ട് തന്റെ നാവിനെ ഒതുക്കി നിർത്തലാണ് മുസ്ലിമിന്റെ ബാധ്യത. അവിടുത്തെ പരിശുദ്ധമായ പരമ്പര, ആ പരമ്പരയെക്കുറിച്ച് കുറവുണ്ടാക്കുന്ന ഒരു കാര്യവും പറയരുത്. അത്തരം കാര്യങ്ങൾ പറയലിനെ തൊട്ട് തന്റെ നാവിനെ ഒഴിച്ചു നിർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവും അവിടുത്തെ ഉമ്മയും അവരെക്കുറിച്ച് ഏത് രൂപത്തിൽ ചിന്തിച്ചാലും ഒരിക്കലും അവർ മോശപ്പെട്ടവരോ നരകക്കാരോ അല്ല. എന്നാൽ ഇന്ന അബി വ അബാക ഫിന്നാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ? അതെ, അങ്ങനെ ഹദീസ് ഉണ്ടെങ്കിൽ ആ ഹദീസിനെ കുറിച്ച് പണ്ഡിത ലോകത്ത് കൃത്യമായ ചർച്ചയും നടന്നിട്ടുണ്ട്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ പിതാവിനെ കുറിച്ചും അവിടുത്തെ ഉമ്മയെക്കുറിച്ചും അവർ സ്വർഗത്തിന്റെ ആളുകളാകുന്നു എന്ന വഹി അറിയിക്കപ്പെട്ടു എന്നും ആ വഹയിന്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ ഹദീസ് മൻസൂഖാകുന്നു എന്നും അയിമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ധാരാളം. അവിടുത്തെ ഉമ്മയും ഉപ്പയും അള്ളാഹു അവർക്ക് ഹയാത്ത് കൊടുത്തു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു എന്നും വീണ്ടും അള്ളാഹു അവരെ വഫാത്താക്കി എന്നും ചരിത്രങ്ങളിൽ കാണാം. ഇനി മറ്റൊരു രൂപത്തിൽ നമുക്ക് ചിന്തിക്കാമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിന് മുമ്പ് തന്നെ അവിടുത്തെ ഉപ്പ മരണപ്പെട്ടു. നബി തങ്ങളുടെ കുട്ടിക്കാലത്ത് തന്നെ അവിടുത്തെ ഉമ്മയും മരണപ്പെട്ടു. അക്കാലത്ത് അവരുടെ ജീവിതകാലത്ത് മക്കയിൽ അറേബ്യയിൽ ഒരു പ്രവാചകനില്ല, അറേബ്യയിൽ ഒരു ദീന് നിലനിൽക്കുന്നില്ല. ആ സമയത്താണ് പ്രവാചകരുടെ ഉപ്പയുടെയും ഉമ്മയുടെയും ജീവിതം. ഒരു പ്രവാചകനോ ഒരു ദീനോ നിലനിൽക്കാത്ത രാജ്യത്ത് കാലത്ത് ജീവിക്കുന്ന ആളുകളെ കുറിച്ച് ഫത്രത്തിന്റെ അഹ്ലുകാർ എന്ന് പറയും. ഫത്രത്തിന്റെ അഹ്ലുകാർ ഒരിക്കലും ശിക്ഷിക്കപ്പെടുന്നവരല്ല.
അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് അവിടുത്തെ ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചും ആ രൂപത്തിലെങ്കിലും നമ്മൾ മനസ്സിലാക്കാൻ അനിവാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൃഷ്ടിപ്പാണെങ്കിലും അവിടുത്തെ പരിശുദ്ധരായ പരമ്പരയാണെങ്കിലും അവിടുത്തെ ഗർഭകാലം, അവിടുത്തെ ഉമ്മ ഗർഭം ധരിച്ച സമയം, അവിടുത്തെ പ്രസവിക്കപ്പെട്ട സമയം, ഇഷ്ടംപോലെ അത്ഭുതങ്ങൾ. ഒരു വഹാബി മൗലവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസവ സമയത്തുണ്ടായ അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞത് അതൊക്കെ മുത്തശ്ശി കഥകളാകുന്നു എന്ന്. ദീനറിയാത്ത, ഖുർആൻ അറിയാത്ത, ഹദീസ് അറിയാത്ത, ചരിത്രത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാത്ത ഈ മുത്തശ്ശി വഹാബികൾക്ക് അങ്ങനെ പറയാൻ സാധിക്കൂ? അവർക്കൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. ഇത്തരം മുത്തശ്ശിമാർക്കും മുത്തച്ഛന്മാർക്കും ഈ രൂപത്തിൽ പറയേണ്ടി വരും, സ്വാഭാവികമാണ്. ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ലോകം അംഗീകരിച്ച കാര്യമല്ലേ? ചരിത്രത്തിന്റെ ആധികാരിക ഗ്രന്ഥങ്ങൾ ഏത് പരിശോധിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന സമയത്തുണ്ടായ, അവിടുത്തെ ഗർഭം ധരിച്ചപ്പോൾ ഉമ്മ ഗർഭം ധരിച്ച സമയത്തുണ്ടായ അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ ധാരാളമായിക്കൊണ്ട് ചരിത്രത്തിലെ ഗ്രന്ഥങ്ങളിൽ കാണാമല്ലോ. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. എത്ര പ്രത്യേകതകളാണ് പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു തആല നൽകിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ അർശിന്റെ മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് എഴുതി വെച്ചു. സ്വർഗത്തിൽ അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് എഴുതാൻ വേണ്ടി മലക്കുകളോട് പറഞ്ഞു. ഓരോ സമയത്തും, രാവ് പകല് വ്യത്യാസമില്ലാതെ ഓരോ സമയത്തും അള്ളാഹുവിന്റെ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നബി തങ്ങൾ എപ്പോൾ എവിടേക്ക് യാത്ര ചെയ്യുകയാണെങ്കിലും അവിടെയെല്ലാം തന്നെ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രത്യേക സംരക്ഷണം, നിഴൽ അടക്കമുള്ള, വെയിലിൽ നിന്ന് നിഴൽ അടക്കമുള്ള, നബി തങ്ങൾക്ക് നിഴലുണ്ടാകുമെന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വെയിലിൽ നിന്നുള്ള സംരക്ഷണം മലക്കുകളാൽ അള്ളാഹു കൊടുക്കും. മാത്രമല്ല, ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ലോകത്ത് വന്നു. അവർക്കൊക്കെ വഹയുണ്ടായി. വഹയ് കൊണ്ടുവരുന്നത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. പക്ഷേ വഹയ് കൊണ്ടുവരുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ യഥാർത്ഥ രൂപത്തിൽ ഒരു പ്രവാചകനും കണ്ടിട്ടില്ല. എന്നാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ മലക്കിന്റേതായ യഥാർത്ഥ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ് കണ്ടത്. ഈ ലോകത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിനെ കാണുക എന്നുള്ളത് ഒരാൾക്കും സംഭവിക്കാത്ത കാര്യമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ, അഥവാ പരലോകത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനെ കണ്ടു മിഅ്റാജിന്റെ രാത്രിയിൽ. നബി തങ്ങൾ എവിടേക്ക് പോകുമ്പോഴും അവിടുത്തെ അനുഗമിച്ചുകൊണ്ട് പിന്നാലെ മലക്കുകൾ ഉണ്ടാകും. ഇങ്ങനെ ധാരാളം ഒരുപാട് പ്രത്യേകതകൾ, ഒരുപാട് മഹത്വങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാം. അവിടുത്തെ മക്കൾ, അവിടുത്തെ ഭാര്യമാർ, അവർ ലോകത്തുള്ള സർവ്വ മനുഷ്യരെക്കാളും ഏറ്റവും സവാബുള്ളവരാണ്, ഏറ്റവും ഫضലുള്ളവരാണ്. നബി തങ്ങളുടെ സഹാബിമാരാവട്ടെ ലോകത്തുള്ള മനുഷ്യരെ വെച്ച് ഏറ്റവും മഹത്വമുള്ളവരാണ്. നബി തങ്ങളുടെ പള്ളി, നബി തങ്ങളുടെ രാജ്യം, അത് പള്ളികളിൽ വെച്ച് ഏറ്റവും പരിശുദ്ധമായ പള്ളിയാണ്. നബി തങ്ങളുടെ രാജ്യമാവട്ടെ അത് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഫضലുള്ളതാണ്. സാധാരണ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ നിയമാനുസൃതം മറ്റുള്ളവർക്ക് നിക്കാഹ് ചെയ്യാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം അവിടുത്തെ പ്രിയപ്പെട്ട പത്നിമാർ, അവർ മറ്റുള്ളവർ നിക്കാഹ് ചെയ്യൽ, വിവാഹം ചെയ്യൽ ഹറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔറത്ത് ലോകത്തൊരാളും കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔറത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കിതാബുകളിൽ കാണുന്നു തുമിസത്ത് ഐനാഹു, അതോടുകൂടി തന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടും. ഇങ്ങനെ ധാരാളം ഒരുപാട് അത്ഭുതങ്ങളും ഒരുപാട് പ്രത്യേകതകളും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജനാബത്തോടുകൂടെയും പള്ളിയിൽ താമസിക്കാം. സാധാരണ മനുഷ്യർ ഉറക്കം കൊണ്ട് വുദൂ മുറിയുമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങിയാലും വുദൂ മുറിയുകയില്ല. ഉപ്പുവെള്ളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തുപ്പുനീര് വീണാൽ ആ ഉപ്പുവെള്ളം അതോടുകൂടി ശുദ്ധമായ വെള്ളം മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരിക്കലും കോട്ടുവായി ഉണ്ടായിട്ടില്ല, അതുപോലെ തന്നെ സ്വപ്നസ്ഖലനവും ഉണ്ടായിട്ടില്ല. നബി തങ്ങളുടെ വിയർപ്പ് അത് മിസ്കിനേക്കാൾ സുഗന്ധമുള്ളതാണ്. നബി തങ്ങൾ നീളമുള്ള ആളുകളോട് കൂടെ നടക്കുകയാണെങ്കിൽ അവരെക്കാൾ നബി തങ്ങൾക്ക് നീളമുണ്ടാകും. എന്നാൽ നബി തങ്ങളാവട്ടെ ഏറ്റവും നീളമുള്ളവരോ കുറിയവരോ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരിക്കലും നയലുണ്ടായിട്ടില്ല. സൂര്യപ്രകാശത്തിലാണെങ്കിലും ചന്ദ്രന്റെ നിലാവിലാണെങ്കിലും ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നയലുണ്ടായിട്ടില്ല. ഇന്ന് ചില ആളുകൾ നമുക്കറിയാമല്ലോ, സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ നടക്കുന്ന ചില ആളുകൾ തലേക്കെട്ട് കിട്ടിയ വഹാബി എന്ന് പറയലാണ് അവരുടെ ഏറ്റവും അനുയോജ്യമായ പേര്. തലേക്കെട്ട് കിട്ടിയ വഹാബി. തങ്ങൾ കൊണ്ടുവന്ന ഒരു കള്ളമുടി അത് സമൂഹത്തിൽ സ്ഥാപിച്ചെടുക്കുന്നതിനു വേണ്ടി പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് എന്തൊക്കെ വൃത്തികേടുകൾ ഈ സമൂഹം പറഞ്ഞു. അവിടുത്തെ വഫാത്തോടുകൂടി മുഅ്ജിസത്തുകളൊക്കെ അവസാനിച്ചു എന്ന് ഇന്ന് വരെ ഒരു വഹാബി പോലും പറയാത്ത വാദം. നബി തങ്ങൾക്ക് ചിലപ്പോൾ നേലുണ്ടാവാം, ചിലപ്പോൾ നേലുണ്ടാകൂല. എന്തിനു വേണ്ടിയാണ് ഇത് പറഞ്ഞത്? ഈ കള്ളമുടിക്ക് സമൂഹത്തിൽ സ്വീകാര്യത ലഭിക്കുന്നതിന് വേണ്ടി അത് പറഞ്ഞു കുടുങ്ങി. അപ്പൊ പിന്നെ ചിലപ്പോഴുണ്ടാകും ചിലപ്പോഴുണ്ടാകൂല എന്നുള്ളത് പറയാൻ വേണ്ടി ആ ഏറ്റവും വലിയ കോമാളി പിന്നൊരു തിരിപ്പ് ഒരു തട്ടിപ്പ് കാട്ടി. നേലുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞത് കണ്ണാടിയിൽ നോക്കിയാൽ പ്രതിച്ഛായ കാണുമെന്നാണ്. നേലുണ്ടാകൂല എന്ന് പറഞ്ഞത് അത് പ്രകാശത്തിൽ നേരുണ്ടാകൂല എന്നാണ്. കോമാളിത്തരം എന്ന അതിന്റെ പേര്. കോമാളിത്തരം തട്ടിപ്പിനും കോമാളിത്തരത്തിനും ലോകത്ത് അവാർഡ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും അർഹർ ഈ സമൂഹം തന്നെയായിരിക്കും. ഞാൻ ആ ഭാഗം ഇപ്പൊ സംസാരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരില്ല. അത് നമ്മുടെ ഇമാമുമാരൊക്കെ പറഞ്ഞ കാര്യമാണ്. ഹദീസിന്റെ കിതാബുകളിൽ, വ്യാഖ്യാന കിതാബ് ഗ്രന്ഥങ്ങളിൽ, അതുപോലെ തന്നെ സീറയുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ സംഭവം കാണാം. നബി തങ്ങളുടെ ശരീരത്തിലോ അവിടുത്തെ വസ്ത്രത്തിലോ ഒരിക്കലും ഈച്ച പോലെയുള്ള പ്രാണികൾ ഇരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മലമൂത്ര വിസർജനം നടത്തിയാൽ ഒരിക്കലും അവിടുത്തെ വിസർജ്യ വസ്തുക്കൾ ഭൂമിയിൽ ശേഷിക്കുകയില്ല. ഭൂമി അതിനെ വിഴുങ്ങും. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങൾ ഖളാഉൽ ഹാജത്ത് നടത്തി, നിങ്ങൾ അവിടുത്തെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി, ശേഷം നിങ്ങൾ മടങ്ങി വരുന്നു. നിങ്ങൾ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി പോയ ഭാഗത്തേക്ക് ഞാൻ പോകുന്നു. പക്ഷേ അവിടെ നിങ്ങളുടെ വിസർജ്യ വസ്തുക്കളായിക്കൊണ്ട് ഒന്നും കാണുന്നില്ലെന്ന് മാത്രമല്ല ആ ഭാഗത്തു നിന്നും ഒരു മിസ്കിന്റെ വാസനയാണല്ലോ അനുഭവപ്പെടുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മറുപടിയുണ്ട്. എന്താ? അല്ലാഹു ഭൂമിയോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്താ അല്ലാഹു ഭൂമിയോട് കൽപ്പിച്ചത്? ഞങ്ങൾ അംബിയായിൽ നിന്ന് പുറത്തു വരുന്നതിനെ വിഴുങ്ങാൻ വേണ്ടി അല്ലാഹു ഭൂമിയോട് കൽപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതകളാണ്. നബി തങ്ങൾ പ്രസവിക്കപ്പെടുന്നത് ചേലാകർമ്മം ചെയ്യപ്പെട്ട അവസ്ഥയിലാണ്. പൊക്കിൾക്കുടി മുറിക്കപ്പെട്ട അവസ്ഥയിലാണ്. ഭൂമിയിലേക്ക് വരുന്നത് സുജൂദിൽ കിടക്കുന്നവരായിക്കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ ഒരു ഭാഗവും അവിടുത്തെ ശരീരവുമായി കൊണ്ട് ബന്ധപ്പെട്ട ഒന്നും അത് തീ സ്പർശിച്ചാൽ കരിഞ്ഞു പോവുകയില്ല. ജനങ്ങളിൽ നിന്നും ജനങ്ങളുടെ ഫിത്നകളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു പരിപൂർണ ഇസ്മത്ത് നൽകിയിരിക്കുന്നു. ജനങ്ങളാൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിപൂർണ ഇസ്മത്ത് നൽകി. അൽഹംദുലില്ലാഹ്, നമുക്ക് വളരെ ബോധ്യപ്പെട്ടൊരു കാര്യമാണല്ലോ അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഈ ഖൗമ് എന്തൊക്കെ തട്ടിപ്പുകളും പേരും കളവുകളും പറഞ്ഞുണ്ടാക്കി. യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ
തട്ടിപ്പ് നടത്തി കള്ളത്തരം നടത്തി ഇഷ്ടം പോലെ പരിചയമുള്ളൊരു വ്യക്തിയാണല്ലോ. പക്ഷെ ഈ വിഷയത്തിൽ ഒരിക്കലും അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. തന്റെ തട്ടിപ്പുകൾ മുഴുവൻ പൊളിഞ്ഞ് ജനങ്ങൾക്ക് മുന്നിൽ വഷളായി, സമൂഹത്തിന് മുന്നിൽ വഷളായി. എന്താ കാര്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന ഇത്തരം ഫസാദുകളിൽ നിന്നും അല്ലാഹു തആല നബി തങ്ങൾക്ക് കാവൽ നൽകിയിട്ടുണ്ട്. അതല്ലെങ്കിൽ അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തട്ടിപ്പും കള്ളത്തരും നടത്തി പരിചയമില്ലാത്ത വ്യക്തിയൊന്നല്ല. അങ്ങനെ പൊളിയാൻ പാടില്ലായിരുന്നു. എന്താ പൊളിഞ്ഞ് ആകെ പൊളിഞ്ഞ് പാളിച്ചായ എന്തുകൊണ്ടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള കള്ളത്തരങ്ങൾ വിജയിക്കൂല. അത് പൊളിയുക തന്നെ ചെയ്യും. പിന്നെ ഈ ഖൗമിന്റെ അവസ്ഥ നമുക്കറിയാലോ. നാണല്ലാത്തവന്റെ മൂട്ടിൽ ഒരു ആല് മുളച്ചാൽ അത് അവനൊരു അലങ്കാരം എന്ന അവസ്ഥയാണ് ഈ ഖൗമിനുള്ളത്. ജനങ്ങളുടെ മുന്നിൽ എത്ര വഷളായാലും ശരി, അന്തസ്സുള്ളവർക്കല്ലേ വഷളത്തരം പേടിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതകളും മഹത്വങ്ങളും അസാധാരണത്വങ്ങളും പരിശോധിക്കുമ്പോൾ ഇനിയും ധാരാളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടുത്തെ പുണ്യ ഖബർ ഷരീഫിനെ കുറിച്ച് ഹദീസിന്റെ കിതാബുകളിലൊക്കെ കാണാവുന്നൊരു സംഭവമുണ്ട്. മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹായുടെ അടുത്തേക്ക് ചെന്നു. അവിടെ സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട കഅബ് റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ കൂടി. എന്നിട്ട് പറഞ്ഞു, മാമിൻ യോമിൻ യത്റഉ ഇല്ലാ നസല 70,000 മിനൽ മലായിക. ഏതൊരു ദിവസവും 70,000 മലക്കുകൾ ആകാശത്തുനിന്നും ഇറങ്ങും. ഹത്താ യഹഫു ബിഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്രിബൂന ബിഅജ്നിഹതിഹിം. ഈ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യ ഖബറിന്റെ ചുറ്റുഭാഗത്തു നിൽക്കും. ഈ മലക്കുകൾ അവരുടെ ചിറകുകൊണ്ട് ഖബർ ഷരീഫിനെ ഇങ്ങനെ തലോടും. വയസല്ലൂന അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 70,000 മലക്കുകൾ ഖബർ ഷരീഫിന്റെ ചുറ്റുഭാഗവും നിന്നുകൊണ്ട് അവരുടെ ചിറകുകളെ കൊണ്ട് പുണ്യ ഖബർ തലോടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ പരിശുദ്ധമായ ഹുജ്റത്തു ഷരീഫ, അല്ലാഹു ആ ഹുജ്റത്തു ഷരീഫക്ക് നൽകിയ മഹത്വം, അതിന്റെ പവിത്രത. 70,000 മലക്കുകൾ അവർ ഖബർ ഷരീഫിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുകയും ചിറകുകളെ കൊണ്ട് ഖബർ തലോടുകയും സലാത്ത് ചൊല്ലുകയും ചെയ്യും. വൈകുന്നേര സമയമായാൽ ഈ 70,000 മലക്കുകൾ ആകാശത്തേക്ക് കയറിപ്പോവുകയും മറ്റൊരു 70,000 മലക്കുകൾ ഇറങ്ങി വരികയും നേരം പുലരുവോളം ഇപ്രകാരം ചെയ്യുകയും ചെയ്യും. ഖിയാമത്ത് നാൾ വരെയും. അൽഹംദുലില്ലാ, അല്ലാഹു നമ്മുടെ ഹബീബിന് നൽകിയ മഹത്വം, അവിടുത്തെ പൊരുത്തം, അവിടുത്തെ പ്രീതി അല്ലാഹു നമുക്ക് ഓശാരമായി കൊണ്ട് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ ഖബർ ഷരീഫിൽ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു ഈ രീതിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ടോ ഹത്താ ഇദൻ ശഖത്ത് അൻഹുൽ അർദ്, ഭൂമിയിൽ നിന്ന് മനുഷ്യരൊക്കെ വിചാരണയ്ക്ക് വേണ്ടി മഹ്ശറിലേക്ക് പോകുമ്പോൾ ഖറജ ഫീ 70,000 മിനൽ മലായിക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 70,000 മലക്കുകളുടെ യസിഫൂനഹു, ഈ മലക്കുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോകും. ഒരു ഹദീസ് ഓർക്കുന്നത് നന്നായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നലില്ലാഹി മലായിക, അല്ലാഹുവിന് മലക്കുകളുണ്ട്. ആ ചില മലക്കുകളുടെ കാര്യം എന്താ? സയ്യാഹീന, അവർ ഭൂമിയിൽ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നവരാ. യുബല്ലിഗൂനി അൻ ഉമ്മത്തി അസ്സലാം, എന്റെ ഉമ്മത്ത് എനിക്ക് സലാം പറയുമ്പോ
ആ സലാമിനെ എനിക്ക് എത്തിച്ചു തരലാണ് അവരുടെ ഡ്യൂട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഹയാത്തി ഖൈറുൽ ലക്കും, എന്റെ ഹയാത്ത് നിങ്ങൾക്ക് ഖൈറാണ്. എന്താ എന്റെ ഹയാത്ത് നിങ്ങൾക്ക് ഖൈറാണെന്ന് പറയാൻ? തുഹദ്ദിസൂന വനുഹദ്ദിസു ലക്കും, ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഒന്ന് എന്നോട് ചോദിക്കുകയും ഞാൻ നിങ്ങൾക്കത് മറുപടി പറഞ്ഞു തരികയും ചെയ്യും. അങ്ങനെ എന്റെ ഹയാത്ത് നിങ്ങൾക്ക് ഖൈറാണ്. എന്നാൽ വഫാത്തി ഖൈറുൽ ലക്കും, എന്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാകുന്നു. എന്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാകുന്നു. കാരണം എന്താ? തുറദു അലയ്യ അഅ്മാലുക്കും, ഞാൻ വഫാത്തായാലും എന്റെ ഉമ്മത്തിന്റെ പ്രവർത്തനങ്ങളെ എനിക്ക് വെളിവാക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാ, എന്റെ ഉമ്മത്തിന്റെ അമലുകൾ എനിക്ക് വെളിവാക്കപ്പെടും. എന്റെ ഉമ്മത്തിന്റെ അമലുകളെ കുറിച്ച് എനിക്ക് വിവരം കിട്ടും. ഫമാ റഅയ്തു മിൻ ഖൈറിൻ ഹമിദുല്ലാഹ അലൈഹി, എന്റെ ഉമ്മത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഖൈറുകൾ ഞാൻ അറിയുമ്പോൾ ഞാൻ അല്ലാഹുവിനെ ഹംദ് ചെയ്യും. വമാ റഅയ്തു മിൻ ശർറിൻ, എന്റെ ഉമ്മത്തിന്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ഷർറാണ് ഞാൻ അറിയുന്നതെങ്കിൽ ഇസ്തഗ്ഫർതുല്ലാഹ ലക്കും, ഖബറിൽ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കൽ തേടും. ഹയാത്ത് കാലത്തും ഉമ്മത്തിന്റെ ഗുണം, വഫാത്തിന് ശേഷവും ഉമ്മത്തിന്റെ ഗുണം. വഫാത്തോടുകൂടി അവസാനിച്ചു, എല്ലതും അവസാനിച്ചു, ഒരു ബന്ധവുമില്ല. ഇത് യഥാർത്ഥത്തിൽ മുസ്ലിമിന്റെ വിശ്വാസമല്ല. നബി തങ്ങൾ പറയുന്നു, എന്റെ വഫാത്ത് നിങ്ങൾക്ക് ഖൈറാണ്. കാരണം ഞാൻ വഫാത്തായാലും നിങ്ങളുടെ അമലുകൾ എനിക്ക് വെളിവാക്കപ്പെടുകയും ആ അമലുകളിൽ നന്മകൾ കാണുമ്പോൾ ഞാൻ സന്തോഷിക്കുകയും അല്ലാഹുവിനെ ഹംദ് ചെയ്യുകയും ചെയ്യും. വല്ല ഷർറുകളുമാണ് ഞാൻ കാണുന്നതെങ്കിൽ, എനിക്ക് ബോധ്യപ്പെടുന്നതെങ്കിൽ ഇസ്തഗ്ഫർതുല്ലാഹ ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് പൊറുക്കൽ തേടുകയും ചെയ്യും. എപ്പോഴും ആ നബി തങ്ങളെ കൊണ്ടുള്ള ആശ്വാസം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുള്ള റഹ്മത്ത്, ആ നബി തങ്ങളെ കൊണ്ടുള്ള ഗുണം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഞാൻ ഈ ഉമ്മത്തിന്റെ മനുഷ്യരുടെ സയ്യിദാകുന്നു എന്നാണല്ലോ. ഞാൻ സയ്യിദാണ്. എന്താ സയ്യിദ് എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്? ഇവിടെയാണ് സയ്യിദ് എന്ന ഈ വാക്കിന്റെ അർത്ഥം അത് സമ്പൂർണ്ണമാകുന്നത്. സയ്യിദ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത്? ഹുവല്ലദി യുഫ്സഉ ഇലൈഹി ഫിന്നവാഇബി വശദാഇദ് ഫയഖൂമു ബിഅംരിഹിം വയതഹമ്മലു അൻഹും മകാരിഹും വയദ്ഫഉഹ അൻഹും. ആളുകൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഇറക്കി വെക്കുന്ന സ്ഥലം, ഇതാണ് സയ്യിദ്. അതൊക്കെ ഇറക്കി വെക്കുന്ന സ്ഥലം. ഫയഖൂമു ബിഅംരിഹിം വയതഹമ്മലു അൻഹും മകാരിഹും വയദ്ഫഉഹ അൻഹും. ആളുകളുടെ പ്രയാസങ്ങളെ അവരെ തൊട്ട് നീക്കിക്കൊടുക്കും. അതെ, ഇതാണ് സയ്യിദ്. ആ സയ്യിദാണ് ഞാൻ. ഇത് ഹയാത്ത് കാലത്തെന്നോ വഫാത്തിന് ശേഷമെന്നോ പ്രത്യേക നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. നബി തങ്ങൾ അവിടുത്തെ ഹയാത്ത് കാലത്ത് സയ്യിദായിരുന്നെങ്കിൽ അതേ രൂപത്തിൽ സയ്യിദാണ് വഫാത്തിന് ശേഷവും. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാത്ത് കാലത്ത് സയ്യിദാണ്, വഫാത്തിന് ശേഷവും സയ്യിദാണ്, മഹ്ശറിലും സയ്യിദാണ്, സ്വർഗത്തിലും സയ്യിദാണ്. വിശ്വാസികൾക്ക് അവിടുത്തെ ഹയാത്ത് കാലമാണെങ്കിലും അടുത്ത വഫാത്തിന് ശേഷമാണെങ്കിലും മഹ്ശറിലാണെങ്കിലും എപ്പോഴും സങ്കടങ്ങൾ ഇറക്കി വെക്കാനുള്ള സ്ഥലമാണ് പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, ഹയാത്ത് കാലത്തും വഫാത്തിന് ശേഷവും മഹ്ശറിലും ഈ ഉമ്മത്തിനുണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ ഇറക്കി വെക്കാനുള്ള, നമ്മുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കുന്ന പുണ്യ സ്ഥലമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സയ്യിദ്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അടുത്ത് വെച്ചുകൊണ്ട് കരയുകയാണ്. ഖബർ ഷരീഫിന്റെ അടുത്ത് വെച്ചുകൊണ്ട് കരയുന്ന ജാബിർ റളിയല്ലാഹുവിനെ കണ്ടപ്പോ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അല്ല, എന്താ ഇവിടെ വെച്ച് കരയാൻ കാരണം? ഇവിടെ വെച്ച് കരയാൻ കാരണം എന്താണ്? ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഹാഹുന തുസ്കബുൽ അബറാത്ത്, ഹാഹുന തുസ്കബുൽ അബറാത്ത്. ഇവിടെയാണല്ലോ
കണ്ണുനീര് ഒലിപ്പിക്കുന്ന സ്ഥലം, ഇവിടെയാണല്ലോ കണ്ണുനീർ വീഴ്ത്തേണ്ടുന്ന സ്ഥലം. കാരണം ഇത് സങ്കടങ്ങൾ ഇറക്കി വെക്കുന്ന, ആവലാദികളും വേവലാദികളും ഇറക്കി വെക്കുന്ന സ്ഥലമല്ലേ, ഇവിടെ വെച്ചുകൊണ്ട് തന്നെയല്ലേ കരയേണ്ടത്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടിയാണ്. നമ്മൾ വിശ്വസിക്കേണ്ടുന്ന പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ്. വഫാത്തോടുകൂടി തീരുന്നില്ല, അതല്ലെങ്കിൽ വഫാത്തിന് ശേഷം മുഅ്മിനീങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന വഹാബിവാദം അത് മുസ്ലിം ലോകത്തിന് പരിചയമില്ലാത്ത വാദമാണ്. വഫാത്തോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന നവ വഹാബിസം അതും അഹ്ലുസുന്നത്ത് വൽ ജമാഅയുമായി കൊണ്ട് യാതൊരു ബന്ധവുമില്ലാത്ത വാദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഏറ്റവും പരിശുദ്ധമായ ജീവിതത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളുണ്ടോ അതിലെല്ലാം തന്നെ നമുക്ക് ഈ രൂപത്തിൽ അസാധാരണത്വമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, സമയം വളരെ വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, സംശയങ്ങൾ, വളരെ പ്രധാനപ്പെട്ട സംശയങ്ങൾ നമുക്ക് സംസാരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കണം. 12:55 ആയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. ഒരുപാട് സമയം നീട്ടിക്കൊണ്ടു പോകുമ്പോൾ പ്രയാസമുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാര്, ശ്രോതാക്കള് സഹകരിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഇരുലോകത്തും ഖൈർ നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ നമ്മുടെ ഈ ക്ലാസ് റൂമിന്റെ സേവനം സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്ക് വേണ്ടിയുള്ള ഒരു ഖിദ്മത്തായിക്കൊണ്ട്, പരിശുദ്ധ ദീനു വേണ്ടിയുള്ള ഖിദ്മത്തായിക്കൊണ്ട് അല്ലാഹു കബൂലാക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റഫീഖ് ഹനീഫി റൈസാന്റെ ഇത് മൈക്ക് എടുത്ത് കണ്ടില്ല. എന്തായാലും അതുകൊണ്ട് ഉസ്താദ് ഉസ്താദ് ഇപ്പൊ പറഞ്ഞല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിസർജ്യ വസ്തുക്കൾ ഭൂമി അപ്പൊ തന്നെ വിഴുങ്ങും, അത് മറ്റാരും കാണുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അത് 40 വയസ്സിന് മുമ്പും അതുപോലെ തന്നെ ആയിരുന്നോ എന്നൊന്ന് ഒരു സംശയം. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ മുഴുവനും ആ രൂപത്തിൽ തന്നെയായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങൾ പറയുന്നത്. ഖസായിസുൽ കുബ്ര, സീറത്തുൽ ഹലബി പോലെയുള്ള കിതാബുകളിലൊക്കെ ആ രൂപത്തിലാണ്. പ്രത്യേകിച്ച് കിതാബ് ശിഫ പോലെയുള്ള കിതാബുകളിലൊക്കെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഴുവൻ അവസ്ഥകളിലും ഈ രൂപത്തിൽ തന്നെയായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔറത്ത് കണ്ടിട്ടില്ല എന്ന്. അതേസമയം മറ്റുള്ള ഭാര്യമാരും അതുപോലെ തന്നെ ആയിരിക്കുമോ? മറ്റു ജനങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അതേസമയം അതിനു മുമ്പ് മറ്റുള്ള ഭാര്യമാര് കണ്ടിട്ടുണ്ടാകുമില്ലേ എന്നൊരു സംശയം. ഒരാളും കണ്ടിട്ടില്ല, അതൊരാൾക്ക് കാണാനും കഴിയുകയില്ല. അഥവാ ഒരാൾ ആ ഔറത്തിലേക്ക് നോക്കുന്നെങ്കിൽ തുമിസത്ത് ഐനാഹു, അതോടുകൂടി കണ്ണിന്റെ കാഴ്ച അല്ലാഹു എടുത്തു കളയും എന്നാണ് കിതാബുകളുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ വ്യക്തമായി പറഞ്ഞു. എന്നാൽ മറ്റു ഭാര്യമാരും എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔറത്ത് മറ്റുള്ളവരാരും കണ്ടിട്ടില്ല. കുട്ടിക്കാലത്ത് ഹലീമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുല കൊടുക്കുന്ന സമയത്ത് പോലും പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുഹ്യഭാഗം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ചരിത്രങ്ങളിലുണ്ട്. പ്രത്യേകമായൊരു മറ ആ ഭാഗത്ത് വരുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകളാണ് അതൊക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഞാൻ ഒരു വഹാബി പ്രസിദ്ധീകരണത്തിൽ വായിച്ചതാണ്. ഇമാം ഫാക്കിഹാനി പറയുന്നു,
നബിദിന വ്യാജവാദികളും ചില ഇച്ഛാനുവർത്തികളും കെട്ടിയുണ്ടാക്കിയ വിദഗ്ധാകുന്നു. തീറ്റക്കൊതിയന്മാർ അത് ഏറ്റുപിടിക്കുകയും ചെയ്തു. തഹ്ലീലുൽ ഫതാവ വാള്യം 1 പേജ് 199. അതേപോലെ ഇബ്നു ഹജർ റളിയല്ലാഹുവിനെ കുറിച്ചും ഈ ബിദീകൾ ഇങ്ങനത്തെയുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതിനൊരു മറുപടി പറയാൻ ഉസ്താദിനോട് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. വഹാബികളുടെ ചില തട്ടിപ്പുകൾ, അതല്ലെങ്കിൽ അവരുടെ ചില വൈരുദ്ധ്യങ്ങൾ എന്നൊക്കെ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റും. ചില തീറ്റക്കൊതന്മാരാണ് ഈ നബിദിനത്തെ ഏറ്റുപിടിച്ചത് എന്ന് വഹാബികൾക്ക് വാദമുണ്ടെങ്കിൽ, അഭിപ്രായമുണ്ടെങ്കിൽ, ആ തീറ്റക്കൊതിയന്മാരിൽ അവർ ഏറ്റവും പ്രധാനികളായിക്കൊണ്ട് എണ്ണേണ്ടത് കേരളത്തിൽ വഹാബിസത്തെ നട്ടുവളർത്തിയ വഹാബിസത്തിന്റെ വല്ലിപ്പമാരാകുന്ന EK മൗലവിയെയും KM മൗലവിയുമാണ്. ഒരു വഹാബി ഒന്നുകൊണ്ട് പറയട്ടെ, ഞങ്ങളുടെ നേതാക്കൾ EK മൗലവിയും KM മൗലവിയും തീറ്റക്കൊതിയന്മാരായിരുന്നു എന്ന് പറയുന്നെങ്കിൽ എങ്കിൽ നമുക്ക് സമ്മതം കൊടുക്കാം, എന്നാ ഞങ്ങളും ആ കൂട്ടത്തിൽ കൂട്ടിക്കോ എന്ന്. കാരണം EK മൗലവിയും KM മൗലവിയും നബിദിനത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട്, നബിദിനം ആഘോഷിച്ചിട്ടുണ്ട്, ആഘോഷിക്കണമെന്ന് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നബിദിനാഘോഷത്തിൽ പങ്കെടുത്ത് സഹായിച്ചവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോ മറ്റേ കാലിലാണ് മന്ത് എന്ന് പറയുന്ന ആ രീതി ഇവിടെ വഹാബികൾ ഓർക്കുന്നത് നല്ലതാണ്. സ്വന്തം വല്യപ്പന്മാരെ കുറിച്ച് അല്ലെങ്കിൽ അവരെ കുറിച്ച് ആദ്യം അഭിപ്രായം പറയണം. ഇനി അടുത്ത ഭാഗം അൽ ഹാവീലിൽ ഫതാവ എന്ന കിതാബ് ഇമാം സുയൂത്തിയുടെ കിതാബാണ് റളിയല്ലാഹു അൻഹു. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് അത് മൗലിദ് സുന്നത്താണ്, ആഘോഷം സുന്നത്താണ്, നല്ല കാര്യമാണ് എന്ന് സമർത്ഥിക്കലാണ് അൽ ഹാവീലിൽ ഫതാവയുടെ പ്രമേയം. ഹുസ്നുൽ മഖ്സിദ് ഫി അമലിൽ മൗലിദ് എന്നാണ് ഈ ചർച്ചയുടെ ഹെഡിങ് തന്നെ. മൗലിദ് നടത്തുന്നതിലുള്ള പുണ്യം, ആ പ്രവർത്തനത്തിന്റെ നന്മ, ഈ ഹെഡിങ്ങിലാണ്, ഈ പ്രമേയത്തിലാണ് അൽ ഹാവിലിൽ ഫതാവയിൽ ചർച്ച തന്നെ. അത് മൗലിദ് പാടില്ല, ആഘോഷം പാടില്ല എന്ന് അൽ ഹാവിലിൽ ഫതാവയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് സാധാരണ വഹാബികൾ പറയാറുണ്ട്. അത് വഹാബികളുടെ തനി തട്ടിപ്പാണ്. അൽ ഹാവിലിൽ ഫതാവയിൽ പറഞ്ഞിട്ടില്ല. പിന്നെന്താ അൽ ഹാവിലിൽ ഫതാവയിലുള്ളത്? മൗലിദിനെ വിമർശിച്ച ചില ആളുകളുടെ വാദങ്ങൾ കൊണ്ടുവന്നു. ഓരോ വാക്കും കൊണ്ടുവന്നുകൊണ്ട് അതിനൊക്കെ അക്കമിട്ട് മറുപടി പറയുന്ന രീതിയാണ് അൽ ഹാവിലിൽ ഫതാവക്കുള്ളത്. അതല്ലാതെ അൽ ഹാവിലിൽ ഫതാവ ഒരിക്കലും മൗലിദിനെ വിമർശിച്ചിട്ടില്ല. മൗലിദ് വേണം എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഹുസ്നുൽ മഖ്സിദ് ഫി അമലിൽ മൗലിദ് എന്ന ഒരു പ്രത്യേകമായ ചർച്ച തന്നെ അൽ ഹാവിലിൽ ഫതാവയിലുണ്ട്. ഈ സത്യങ്ങളൊക്കെ മൂടി വെച്ചുകൊണ്ടാണ് വഹാബികൾ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടത്തുന്നത്. ഹലോ, ആരും മൈക്കെടുത്ത് കാണുന്നില്ല. ഈ വിഷയത്തിൽ പ്രത്യേക ചർച്ചകളൊന്നുമില്ലെങ്കിൽ നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. ആർക്കെങ്കിലും ഈ വിഷയത്തിൽ വല്ല സംശയങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് റൈസ് ഹാൻഡ് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഖൈറിന് തൗഫീഖ് നൽകട്ടെ. ഇതിന്റെ പ്രവർത്തകർ, നമ്മുടെ ക്ലാസ് റൂമിന്റെ പ്രവർത്തകർ, ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, ക്ലാസ് റൂമിൽ അതുപോലെ തന്നെ റേഡിയോയിലൂടെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ദുനിയാവും ആഖിറവും വിജയിപ്പിച്ചു തരട്ടെ. ഈമാൻ അല്ലാഹു നമുക്കൊക്കെ സലാമത്തിലാക്കി തരട്ടെ.
അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കൊണ്ട് നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. കടങ്ങളുള്ളവരുണ്ട്, രോഗികളുണ്ട്, കുടുംബങ്ങളിൽ പ്രയാസങ്ങളുള്ളവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും സന്തോഷമുള്ള ജീവിതം, റാഹത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ.